നമസ്കാരം ഗൈസ്. അപ്പോൾ ഞാനിന്നുള്ളത് കൊടൈക്കനാലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ എത്തി. അപ്പോൾ അതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ റിസോർട്ടിലേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ഉണ്ട് കൊടൈക്കനാലിൽ നിന്ന് റിസോർട്ടിലേക്കുള്ള ദൂരം. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പം ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. അപ്പോൾ സണ്ണി ഉണ്ട്, നേഹി ഉണ്ട്, അനു ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് നോക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളിയല്ലേ അല്ലേ? നമ്മുടെ സണ്ണിയുടെ വണ്ടി വളച്ചെടുക്കുന്ന എന്താ ഭംഗി നോക്കിയേ. ഷൂവും ഷോക്സ് ഇട്ടിരിക്കണേക്ക് അല്ലേ ഹിസ്റ്ററി. ഞങ്ങൾ ലഗേജൊക്കെ എടുത്തിട്ട് റിസോർട്ടിലേക്ക് പോകട്ടെ. ഇതാണ് റിസോർട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ. വണ്ടി പോവില്ല, വണ്ടി മുകളിലിടണം. ഇപ്പം നോക്കൂ. നമസ്കാരം ഗൈസ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതുണ്ടല്ലോ കൊടൈക്കനാൽ വട്ടക്കനാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഞങ്ങളിവിടെ താമസിക്കാൻ വന്നതാണ്. ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ 7 പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ പേര് സഫ വുഡ് ഹൗസ് എന്നാണ്. അതായത് നമ്മുടെ കൊടൈക്കനാലിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയാണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു റിസോർട്ടിൻ്റെ ഒരു റിവ്യൂ വീഡിയോ, അതുകൊണ്ട് തന്നെ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ്, കാരണം കൊടൈക്കനാൽ ഒരുപാട് പേര് വരുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞുബൽ ബോയ്സൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് കൊടൈക്കനാൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറ്റം കയറിക്കൊണ്ട് ഇത്ര അണച്ച് നിൽക്കുവാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടിയാണ് നടന്ന് പോകാൻ പറ്റുന്ന വഴിയാണത്. വണ്ടി പോകില്ല, വണ്ടി നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ നടന്ന് വരാം ലഗേജൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ വരുമ്പോൾ തന്നെ ഇവിടെ കൃഷിത്തോട്ടമുണ്ട്, അവർ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, അവിടെ ചേട്ടൻ ഇപ്പോൾ കിളച്ചിട്ടേക്കുവാണ്. ഇവിടെ സ്ട്രോബെറിയും ക്യാരറ്റും ഒക്കെ നടാൻ വേണ്ടിയിട്ട് പുള്ളി അവിടെ അതെല്ലാം വൃത്തിയാക്കുന്നത് കണ്ടോ. പിന്നെ കൂടാണ്ട് ഇവിടെ സബർജല്ലിക്ക ഉണ്ട് ഓൾറെഡി കണ്ടോ, വലിയ വലിയ മരങ്ങളുണ്ട്. അപ്പോൾ റിസോർട്ടുകൾ വരുന്നത് ഇതുണ്ടോ, ഈ ഭാഗത്താണ് റിസോർട്ടുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഞാൻ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ഒന്നും ആക്കുന്നില്ല കേട്ടോ, ചെറിയൊരു വീഡിയോ, കാരണം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്, ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നടന്ന് പോകുന്ന വഴി. ഇങ്ങോട്ട് വണ്ടി വരില്ല, അതുകൊണ്ട് കുറച്ച് നടക്കാനുണ്ട്, കുറച്ച് ഇറക്കമുണ്ട്. അപ്പോൾ നോക്കി ഇറങ്ങിയാൽ മതി. ലഗേജും കാര്യങ്ങളും നമ്മൾ തന്നെ എടുത്തിട്ടുണ്ടാകും, വേറെ ആരും നമ്മളെ സഹായിക്കില്ല. ഉള്ള പേര് ജയ. ഓക്കെ. അപ്പോൾ ഇங்கே எத்தனை காட்டேஜ் இருக்கு டோட்டல்? 10 காட்டேஜ் ഉണ്ട്. 10 காட்டேஜ் இருக்குல்ல. அது எல்லாம் ஃபேமிலிக்கு தானே? ஃபேமிலி இல்ல, இது கப்பிள் சூட் வரும். ஓகே. ஹனிமூன் சூட்னு ஒன்று 2 உண்டு. ஓகே. அது நல்லா இருக்கும், அவங்களுக்கு ரொம்ப பிரைவசியா இருக்கும். ஸோ அது வந்துட்டு போனவர் கூட நமக்கு ரொம்ப ரிவ்யூ கொடுத்துட்டு திருச்சி വരണ ആൾക്കാർ കൂടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഈ പോർഷൻ എന്താ പേരിൽ അറിയപ്പെടുന്നത്? ഈ പോർഷൻ കൂടെ സഫ വുഡൻ സ്റ്റേ தான். இது உங்களுக்கு 8 people stay like bachelors stay. ஓகே ஓகே. இங்கே கோடை இருக்கு ஈவினிங்ல? கோடை இருக்கு உண்டு. மഞ്ഞ്. Yes. So you are asking about the mist. Yeah, mist. Yeah, mist will come. We cannot predict this weather. Okay. Because weather we cannot predict in Kodaikanal, Vattakkanal. Sometimes suddenly rain will come, suddenly mist will come, suddenly sun will come. It will be very hot, so we cannot predict this. Okay. இந்த வியூக்கு என்ன சொல்ல பேரு? இந்த இது உங்களுக்கு இங்க இருந்து பார்த்தாலே வைகை டேம் ஃபுல் வியூ கிடைக்கும். மேக்ஸிமம் கெஸ்ட் இங்கே ரூம் எடுத்துட்டு வரன கெஸ்ட் வியூவை மெயின் பண்ணி தான் வரனது. ஓகே. பிகாஸ் இந்த இடம் ரொம்ப பியூட்டிஃபுல்லாக இருக்கும். நவ் த மிஸ்ட் இஸ் ஃபுல்லி கவர்ட், பட் வென் த மிஸ்ட் go away and you can see the full view. ஓகே. இது இந்த பிளேஸ்க்கு வட்டக்கனல். Mostly in our place only on these green roofs. From here only you can see the beautiful view. Even those 2 cottages also. ஓகே. இது எத்தனை கிலோமீட்டர் இருக்குது அந்த கொடைக்கானலுக்கு? எங்கே கொடைக்கானல்லேருந்து இங்கே வருது 6 கிலோமீட்டர் தானே? ഓക്കെ, താങ്ക് യു. ഞാനപ്പോൾ ബാക്കി അപ്പുറം പാത്രമൊക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ അവിടുത്തെ ചേച്ചി ഇവിടുത്തെ നോക്കുന്ന മാനേജർ പോസ്റ്റാണ്, അതായത് ഇവിടുത്തെ നോക്കുന്ന ആളാണ്. ചേച്ചി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾ ഇത്ര നേരം കേട്ടത് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു ഹോം സ്റ്റേ ആണ്, പക്ഷേ അത് ഇവരുടെ അല്ല,
വേറെ ആൾക്കാരുടെയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു കോട്ടേജാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. മാക്സിമം ഒരു 8-10 പേർക്ക് താമസിക്കാം. 2 റൂമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ ബെഡിന് 500 രൂപ എക്സ്ട്രാ കൊടുത്താൽ മതി. അപ്പോൾ ഈ കോട്ടേജിൻ്റെ ഇത് വിത്തൗട്ട് ബാൽക്കണിയാണ് കേട്ടോ. ബാക്കിയെല്ലാം വിത്ത് ബാൽക്കണിയാണ്. ഇത് വിത്തൗട്ട് ബാൽക്കണി ആയതുകൊണ്ട് നമുക്ക് പക്ഷേ അത്യാവശ്യം ഫ്രണ്ട് സ്പേസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ താഴത്തെ സ്പേസാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് ഈ കോട്ടേജിൻ്റെ താഴെയുള്ളൊരു വ്യൂ ആണ് ഈ കാണിക്കുന്നത് കേട്ടോ. ഭയങ്കര മനോഹരമല്ലേ. ഹായ് ഹായ് ഹായ്. അപ്പോൾ ഞങ്ങളുടെ കോട്ടേജാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വേറെ കോട്ടേജ് ഉണ്ട്. ഇത് സെപ്പറേറ്റ് ആണ്. കപ്പിൾസിനൊക്കെ പ്രൈവസി വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ കണ്ടോ. ഇത് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഇതൊന്ന് അത് വേറെ കോട്ടേജ്. ഇതിനകത്ത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇതൊരു ബാച്ചിലേഴ്സിനും അല്ലെങ്കിൽ ഫാമിലിക്ക് ഒരുമിച്ച് 10 പേർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോട്ടേജാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഇങ്ങോട്ട് കോട്ടേജും കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ വെള്ളമടി പാട്ടിയോ അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. കാണിട്ടില്ലേ പുറത്ത് ഒരു ഇതുപോലെ എന്തുണ്ടോ ഉള്ള വശം ഞാൻ കാണിച്ചു കേട്ടോ. അല്ലേ എല്ലാം വുഡ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ചായ കുടിച്ച് ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ഡിസ്കഷൻ ചെയ്യണമെന്നുണ്ട്. ഡിസ്കഷൻസ് നടത്താവുന്നതാണ്. ആൻഡ് ഇവിടെ എല്ലായിടത്തും കോട്ടേജും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് വരുന്നത് കണ്ടോ, ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട്. നമുക്ക് ഇട്ടിരുന്ന് അടിക്കളിക്കാൻ ഇവിടെ ഊഞ്ഞാലുണ്ട്. പിന്നെ ഇവിടെ ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലമുണ്ട്. പിന്നെ അവിടെ ക്യാമ്പ് ഫയർ നടത്തുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോൾ എടുത്തതാണ് ഈ വീഡിയോ ആദ്യം കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അവർ പറഞ്ഞത് കോട വരും, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. കറക്റ്റ് വേണമെങ്കിലും കോട വരാമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ മഴ അതനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷേ ഇവിടുത്തെ സ്ഥലം നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി അല്ലേ. ഭയങ്കര രസമല്ലാണ് ഈ ഒരു കോട്ടേജ്. അപ്പോൾ ബാക്കിയുള്ളത് അത് ഞാൻ മുകളിൽ ചെന്നിട്ട് റൂമും കാര്യങ്ങളും കാണിച്ചു തരാം. റേറ്റും കാര്യങ്ങളും എങ്ങനെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. ഇത് വുഡഡ് ആയിട്ടുള്ള റിസോർട്ടല്ല കേട്ടോ. ഇത് സിമെൻറ്റ് കൊണ്ടുള്ള സാധാ പോലത്തെ, പക്ഷേ കൊള്ളാമല്ലേ. ഒരു നൈസായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. കണ്ടാൽ തന്നെ മനസ്സിലാവും. അവിടുന്ന് സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. അത്ര വ്യക്തമല്ല, എന്നാലും കൊള്ളാമല്ലേ. ഇവിടെ ഇതാണ് ഏറ്റവും താഴത്തുള്ള റിസോർട്ട് കേട്ടോ. ഇങ്ങോട്ടേക്കുള്ളതിലുള്ള ഏറ്റവും താഴത്തുള്ള റിസോർട്ടാണ്. ബാക്കിയെല്ലാം മുകളിലേക്ക് വരുന്ന റിസോർട്ടുകളാണ്. ഓക്കെ, ഞങ്ങൾ വന്നപ്പോൾ തന്നെ കോട കയറുന്നുണ്ട്. നോക്കി ആയിക്കൊള്ളാം. ഇതപ്പോൾ ഇവിടുത്തെ കോട വന്ന് പോയുള്ളത് ആ ഭാഗത്ത് കോടയുണ്ട്. അപ്പം ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ടിൻ്റെ ഉൾവശവും ഫ്രണ്ടും കാണിച്ചിട്ട് ബാൽക്കണി കാണിച്ചിട്ട്. അപ്പോൾ ഇതാണ് എൻട്രൻസ്, അതായത് അകത്തേക്ക് കയറുന്ന സ്ഥലം. അപ്പോൾ നേരെ ബാൽക്കണിയിലേക്ക് വരുന്നത് ഈ ഒരു വ്യൂ ആണ് കാണുന്നത്. ഇവരെല്ലാവരും ഇവിടെ കളിച്ചിരിച്ചിരിപ്പട്ടെ. അതേ നമുക്ക് റൂമിലേക്ക് പോകാം കേട്ടോ. റൂമിലേക്ക് വരുമ്പോൾ ഈ വുഡഡ് ആണ് എല്ലാം. ഇതുണ്ടോ, വളരെ മനോഹരമായിട്ടില്ലേ. പിന്നെ 2 ബെഡ് വരുന്നുണ്ട്. അതൊരു വലിയ ഡബിൾ ബെഡ് വരുന്നുണ്ട്, പിന്നെ ഒരു നോർമൽ ബെഡ് വരുന്നുണ്ട്. പിന്നെ ഒരു മേശയുണ്ട്. പിന്നെ ചെറിയൊരു എന്താണ് പറയുന്നത്, ടേബിൾ പോലെ നമ്മൾ ഈ ഇത് പറയില്ല. പിന്നെ വുഡഡ് ആയിട്ട് നല്ലോണം ചെറിയ അലമാരി വരുന്നുണ്ട് കണ്ടോ. ഹാങ്കറും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഒരു മിറർ വരുന്നുണ്ട്. പിന്നെ ചാർജിങ് സ്പോട്ടുകളുണ്ട്. പിന്നെ TV ഉണ്ട്. മെയിനായിട്ട് എല്ലാവരും ആൾക്കാർ നോക്കുന്നത് ബാത്റൂമാണ്. അപ്പം ബാത്റൂമിലേക്ക് പോവാം. ബാത്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. ഹീറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ നോക്കുന്ന ടോയ്ലറ്റാണ് കേട്ടോ. ഓക്കെ, വാഷ് ബേസിൻ, കപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും റിസോർട്ടിൻ്റെ ഒരു റൂം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡും സെയിം തന്നെയാണ്. അപ്പോൾ റിസോർട്ടിൽ നിന്ന് ഇത് പുറത്തുള്ള ഒരു വ്യൂ കൂടിയാണ് ഈ കാണുന്നത് കേട്ടോ. അടിപൊളിയല്ലേ അല്ലേ? കോട കയറുന്നുണ്ട്. ആ ചേച്ചി പറഞ്ഞില്ലേ എപ്പോഴാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് കോട കയറി നോക്കി. ആ അടിപൊളി കോട കയറുന്നുണ്ട്. ആ അടിപൊളി നോക്കി കയറിപ്പോ നോക്കി. ഇനി ഇതൊക്കെ ഒന്നും കാണാൻ പറ്റില്ലെന്നാ ചേച്ചി പറഞ്ഞത്. കുറച്ച് നേരം കഴിയുമ്പോൾ വഴിക്കിട്ടാകുമ്പോഴേക്കുണ്ടല്ലോ ഇവിടുത്തെ വ്യൂ തന്നെ മാറും. നോക്കി ഇതുണ്ട കയറി പോണോ വേണ്ട മുകളിലേക്ക്. പൊളി എന്നാ ഒരു വൈബല്ലേ. ഇത് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ കോട വരുമെന്നുള്ളത്. അത് സെറ്റപ്പായി പോയി അല്ലേ. അപ്പോൾ കൊടൈക്കനാൽ വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിസോർട്ടിൽ താമസിക്കുക കേട്ടോ. അവരവിടെ എൻജോയ് ചെയ്യുവാണ്. ഇതുണ്ടോ, ഇവരുടെ പ്രോപ്പർട്ടിയോട് ചേർന്ന് കിടക്കുന്നൊരു വലിയൊരു കോട്ടേജാണ് കേട്ടോ. പക്ഷേ ഈ കോട്ടേജിൽ ഇപ്പോൾ ആരുമില്ല. പക്ഷേ കാണാൻ ഒരു പ്രത്യേക ഭംഗിയല്ല. ഞാനത് കാരണം ഇതിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചാണ്. ഇത് ക്ലോസ്ഡ് ആണ്.
രാത്രി ഞങ്ങൾക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഗ്രിൽഡ് ചിക്കനും ചപ്പാത്തി എല്ലാം ഉണ്ട്. പക്ഷേ ഗ്രിൽഡ് ചിക്കൻ ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യേണ്ടി വന്നു. അവർ കുക്ക് ചെയ്തത് ശരിയായില്ല. ആദ്യം വീഡിയോ എടുക്കുന്നില്ല. ഞങ്ങളപ്പോൾ എൻജോയ് ചെയ്തിട്ട് നാളെ രാവിലെ കാണാം. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലത്തെ കോട്ടേജിന് പുറത്തുള്ള വ്യൂ നിങ്ങൾക്ക് കാണണ്ടേ? എങ്ങനെയുണ്ടെന്ന് നോക്കി. അടിപൊളിയല്ലേ, ഒരു ഹെവൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ്. എത്ര അടി മുകളിലാണ് ഈ റിസോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മേഘം ഇങ്ങനെ തൊട്ട് തലോടി വന്ന് നിൽക്കുന്നത്. എന്ത് ഭംഗിയല്ലേ ഈ ഒരു സമയം 6 മണിയായിട്ടുള്ളേ. 6:20 ആയി കഴിഞ്ഞപ്പോഴുള്ള കുറച്ചും കൂടി സൂര്യൻ തെളിഞ്ഞു വന്നപ്പോഴുള്ളൊരു ഭംഗിയാണ് കാണുന്നത്. ഇവിടെ നേരത്തെ നമുക്ക് സൂര്യനെ കാണാം. അതാണ് ഇത്രയും ഭംഗി. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഈ കാട്ടുപോത്ത് വന്നേക്കണം ഞങ്ങളുടെ പറമ്പിൽ. കണ്ട ഇത് കാണാൻ പറ്റില്ല. ഇതൊന്നും ഇല്ല കാര്യം. കാട്ടുപോത്തിനെ കാണും, ഇത്ര അടുത്ത് കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എന്തായാലും നന്നായി. ഒറ്റയ്ക്കുള്ളൂ എന്തായാലും. റോയ് മയൂരെ രാവിലെ എഴുന്നേറ്റിരുന്നുകൊണ്ട് കാണാൻ പറ്റി. കിട്ടിക്കും പോയത് ഇതിൽ കൂടി ഇറങ്ങിപ്പോയത് കേട്ടോ. ഇതിൽ കൂടി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയത്. അപ്പോൾ റോയ് എന്താണെന്ന് വിചാരിച്ചു പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയത്. ഇതിൻ്റെ സാധനം ഇത്രയും വലുത് ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. സംഭവം ഇതായിരുന്നു. എന്തായാലും ഹാപ്പിയായി. ഞങ്ങൾ തൊട്ടടുത്ത് കാണാൻ പറ്റുമല്ലോ. രാവിലെ എഴുന്നേറ്റപ്പോഴുള്ള വ്യൂ ആയിട്ടാണ് റിസോർട്ടിൽ നിന്നുള്ള. കൂടെ നമ്മുടെ കാട്ടുപോത്തും നോക്കി. ആയി എന്ത് രസം. പക്ഷേ ഒറ്റയ്ക്ക് ഇരുന്നവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ആരുമില്ല, ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധി പള്ളി കയറ്റും. ഉണ്ടോ ആശം നല്ല നോക്കണം കേട്ടോ. ദൈവമേ എന്നെയാണ്. അപ്പോൾ അപ്പുറത്തെ കോട്ടേജിലെ പിള്ളേർ ഇവിടം വരെ വന്നിരുന്നു. ഞാനിപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുത്തു കിട്ടുമെന്നുള്ളത്. അപ്പോൾ അത് കാരണം അവർ പോയി. ഞാൻ സേഫായിട്ട് ഇതിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. അടുത്തു നിന്നൊക്കെ കാണാമെന്നുള്ളൂ. ആശ നല്ല നോട്ടം നോക്കുന്നുണ്ട്. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടേ. കണ്ടോ അടി. അത് മേഞ്ഞ് പോണോക്കി. ആശം വന്ന് നിൽക്കുന്ന കുളമുണ്ടല്ലോ, ആ ചെറിയൊരു കുഴിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മുടെ ഇവിടുത്തെ എല്ലാ കോട്ടേജുകളിലേക്കും വെള്ളം സപ്ലൈ ചെയ്യുന്നത്, വെള്ളം മോട്ടർ അടിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വെള്ളം മോട്ടർ അടിച്ച് നമ്മൾ കുളിക്കുകയും പല്ലിയൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് എങ്ങനെ ഇറങ്ങിയാൽ തീർന്ന്. വെള്ളം കുടിക്കാൻ ഇറങ്ങണുണ്ടോ നോക്കിയേ. മസിൽസ് നോക്കിയല്ലേ ചേൻ്റെ പൊന്നെ. കാട്ടുപോത്തിനേക്കാണ് എൻ്റെ കൂടെയുള്ളവർ എവിടെ നിന്ന് നോക്കി നോക്കി. എഴുന്നേറ്റ് നോക്കിയാൾ ഇനി ആ സൈഡിലേക്ക് പോകുള്ളൂ, ഇനി ഇങ്ങോട്ടേക്ക് വരില്ല. അത് അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ഞാൻ റൂമിലേക്ക് പോട്ടെ. ഇപ്പോൾ ഇവിടെ 6:30 ആയിട്ടുള്ളൂ കേട്ടോ. ശരിക്കും ഈ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ നിങ്ങൾക്കും ഒരു 7 മണി 7:30 8 മണി ആയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ സമയം എന്താ 6 മണി ആയിട്ടുള്ളൂ, 6:30 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ കാട്ടുപോത്തിൻ്റെ ഒരു ചുണ്ടി കത്തില്ല ഭാഗ്യം. സാധാരണ എനിക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നെയാണ്. ഞാൻ കാട്ടുപോത്തിനെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു 7:30 ആയ സമയത്ത് ഇപ്പോൾ എടുക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഇവിടെ മിക്ക സ്ഥലങ്ങളിലെ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് കണ്ട. എവിടം തൊട്ട് റിസോർട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴത്തെ പ്ലോട്ടിൽ വരുന്ന റിസോർട്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് രണ്ടും സെപ്പറേറ്റ് റിസോർട്ടുകളാണ്. പക്ഷേ ഇതിൻ്റെ ഉൾവശം കാണാൻ ഭയങ്കര രസമാണ്. ഉൾവശം എന്ന് പറഞ്ഞാൽ എൻട്രൻസ് കാണാനുണ്ടല്ലോ, ഇങ്ങനെ തട്ടായിട്ടാണ് എല്ലായിടത്തും ക്യാമ്പ് ഫയറിനുള്ള സാധനങ്ങളെല്ലാം അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നോക്ക് എന്താ നല്ല രസമാണ്. ഞാനിപ്പോൾ ഇതിൽ കൂടി ജസ്റ്റ് ഒന്ന് പോയി വന്നോളൂ. നോക്കി അല്ലേ, പ്രത്യേകിച്ച് 2 എൻട്രൻസ് ആണ്. ഇത് വേറെ റൂമിലേക്കുള്ളതും ഇത് വേറെ കോട്ടേജിലേക്കുള്ളതാണ്. പിന്നെ ഇവിടെ വാട്ടർഫോൾസ് ഉണ്ട്. വെള്ളമില്ലാത്ത കാരണം അതില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സപ്പർ ജെല്ലാണ്. ഞങ്ങൾ നേരത്തെ പറിച്ച് കഴിച്ചായിരുന്നേ. ഇതുണ്ട്, ഇതിനകത്തെല്ലാം സപ്പർ ജെല്ലുണ്ട്. പിന്നെ ഇത് വേറെ ഇന്നലെ ഞാൻ പറഞ്ഞ അങ്ങനെ കാണിച്ചില്ല എന്നോന്നാളെ. ഇന്നലെ പറഞ്ഞ 2 കോട്ടേജുകളാണ്. ഇവിടെ ഊഞ്ഞാലുണ്ട് ആടാനായിട്ട്, അവിടെ ഇരിക്കാനുള്ളതുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ക്യാമ്പ് ഫയറിനുള്ള സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ കൊടൈക്കനാൽ കേട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, നല്ല ക്ലൈമറ്റാണ്. ഇന്നലെ രാത്രി കുട്ടികൾക്ക് തണുപ്പായിരുന്നു. പക്ഷേ ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുക്കാൻ മറന്നുപോയി. ഇതൊക്കെ ഓരോ കോട്ടേജുകളാണ്. കൊള്ളാല്ലേ, ഒരുപാട് ലെങ്തി ആയില്ലല്ലോ അല്ലേ വീഡിയോ. അതിന് സപ്പർ ജില്ലുണ്ട്. അതിന് സപ്പർ ജില്ലിക്കാണോ ശരി. താങ്ക് യു. സപ്പർ ജില്ലി ഞാൻ പല്ലിയൊക്കെ കണ്ട അതിലേക്ക് എന്ത് രസം. ഇതിൻ്റെ അപ്പുറത്ത്
കുളത്തിൽ നിന്നാണ് കാട്ടുപോത്ത് നിന്ന് വെള്ളം കുടിച്ച് കാണിച്ചു തരാൻ നിങ്ങൾ. മോട്ടോർ റെഡി കണ്ടവർ ഇത് കണ്ട നേരത്തെ കാട്ടുപോത്ത് ഇറങ്ങി വെള്ളം കുടിച്ചിട്ട് പോയത്. കണ്ട ഞാൻ പറഞ്ഞില്ലേ വെള്ളം കുറവാണെന്ന്. നോക്കി ഇതണ്ട അവിടെ ഇറങ്ങി എൻ്റെ പാടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. നൂഡിൽസും ബ്രെഡ് ഓംലേറ്റും കോഫിയും പിന്നെ ടൊമാറ്റോ സോസും. അപ്പോൾ ഞങ്ങൾ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ സമയം 10:30 അപ്പോൾ ഇപ്പോഴും തണുപ്പുണ്ട്, ചൂട് അറിയുന്ന പോലും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു പ്രോപ്പർട്ടീനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഏകദേശം നിങ്ങൾക്ക് കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ പ്രൈസാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പ്രൈസ് എന്ന് പറയുമ്പോൾ ഞങ്ങളെടുത്ത കോട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ 2 ബെഡ്റൂം വരുന്ന കോട്ടേജാണ്. അത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ, സിംഗിളായിട്ട് അത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതിനവർ മേടിക്കുന്ന പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 10,000 രൂപയാണ് ഒരു ദിവസത്തേക്ക്. ആ 2 റൂം കൂടി അത് ഒരു ഫാമിലിക്ക് ഞങ്ങൾ 7 പേരുണ്ട്, 7 പേർക്കും കൂടി മേടിച്ചിട്ട് 10,000 രൂപയാണ്. വലിയ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഇത്തിരി കൂടുതലായിട്ട് തോന്നി. കാരണം അതിനുള്ളൊരു സംഭവം ഇവിടെ ഇല്ല. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനെ കണ്ടിട്ടുണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിരിക്കുന്നത് അവർ ശരിക്കും നൂഡിൽസും നമ്മുടെ ബ്രെഡ് ഓംലേറ്റ്സ് ഇതാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കോഫി. പക്ഷെ അതിനുള്ളതില്ല. ചില സ്ഥലങ്ങളിലൊക്കെ എത്ര അടിപൊളിയായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത്. പിന്നെ തലേ ദിവസത്തെ ഗ്രിൽഡൊക്കെ ഉണ്ടല്ലോ, അവർ ശരിക്കും ഗ്രില്ല് കൊണ്ടുവന്ന് ശരിക്കും കുക്ക് ചെയ്ത് തരയല്ലേ ചെയ്യേണ്ടത്. പക്ഷേ അവരത് കുക്ക് ചെയ്ത് തന്നില്ല. എന്നിട്ട് രണ്ടാമത് അവരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അവരെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിച്ച് പക്ഷെ അത് കരിഞ്ഞും പോയി. എന്നിട്ട് പിന്നെ ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത്. അപ്പോൾ അത് തോന്നി. പിന്നെ 10,000 രൂപയ്ക്കുള്ളൊരു പ്രോപ്പർട്ടി ഇല്ല. പക്ഷേ ഈ സ്ഥലം അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഭയങ്കര അടിപൊളിയെന്നൊന്നും പറയില്ല. പക്ഷേ ഇതുണ്ട്, ഇത് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി. പക്ഷേ ഒരു വൃത്തിയായിട്ട് ഇവർ നോക്കുന്നില്ല എന്നൊരു ചെറിയൊരു തോന്നൽ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു കേട്ടോ. ഈ കോട്ടേജുകളിലൊന്നും ആരും ഇല്ല കേട്ടോ. ഇതുണ്ട്, ആകെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കോട്ടേജിൽ. അപ്പോൾ അതിൻ്റെ റേറ്റ് കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കണ്ട് തള്ളും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് ബുക്ക് ചെയ്താൽ മതി. സഫ വുഡ് ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ ഡീറ്റെയിൽ താഴെ കൊടുത്തേക്കാം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമേ ഇനി ഇവിടെ വരുവോളം തോന്നുന്നു. വേറെ ആൾക്കാർ വന്ന് താമസിക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇത്രയും റേറ്റ് ആയതുകൊണ്ട് എനിക്ക് റേറ്റിനോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഓക്കെ, ഇത് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സായിട്ട് വന്ന് താമസിച്ചപ്പോൾ ഒരു റിസോർട്ടിൻ്റെ ചെറിയൊരു വീഡിയോ കാണിക്കുന്നതെന്ന് ആഗ്രഹം എടുത്ത് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, 10,000 രൂപയുടെ പ്രോപ്പർട്ടിയിലാണ് ഞങ്ങൾ ഒരു ദിവസം താമസിച്ചത്. പക്ഷേ അതിനുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരുന്നില്ല. അത് എടുത്ത് പറയാനുള്ള കാരണം പിന്നീട് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുത്. നിങ്ങൾ പിടിച്ച് ആ വീഡിയോയിൽ അത്രയും ഇതൊക്കെ കാണിച്ചിട്ട് 10,000 രൂപ പോയിട്ട് ഒരു 5,000 രൂപയുടെ ഗുണം പോലും ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വരാണ്ടിരിക്കാം. പക്ഷേ ഞങ്ങൾ വന്നിട്ടുള്ള ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാണ്. ഇവിടുത്തെ സ്ഥലവും അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ 10,000 രൂപയുടെ ആക്ടിവിറ്റീസോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ ഇനി അധികം വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക മാക്സിമം. ഓക്കെ, അപ്പോൾ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഞാനിവിടെ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഷാരൻ കുഞ്ഞോൺ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ. കണ്ട ഡോക്ടർ സണ്ണി എന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് കണ്ടോ നിങ്ങൾ? എന്താ ലുക്ക് നോക്കിയേ, പ്രത്യേക വിചാരം ഇളക്കല്ലേ. Yeah.